66 മില്യൺ ഇയേഴ്സ് മുമ്പ് ഭൂമിയെ വിറപ്പിച്ചിരുന്ന ഡിനോസറുകൾ അപ്രത്യക്ഷമായി. വർഷങ്ങൾ കടന്നുപോയി, ലോകം തണുത്തുറഞ്ഞു. ആ തണുപ്പിന്റെ സാമ്രാജ്യത്തിലെ പുതിയ രാജാക്കന്മാർ, ആനകളുടെ പൂർവികർ എന്ന് നാം വിളിക്കുന്ന മഞ്ഞിലെ പോരാളികൾ, ദ വൂളി മാമോത്സ്. യൂറോപ്പ്, ഏഷ്യ, വടക്കേ അമേരിക്ക, ഈ ഭൂഖണ്ഡങ്ങളിലെ തണുത്തുറന്ന ദേശങ്ങളിൽ ഇവർ ആധിപത്യം സ്ഥാപിച്ചു. കൊടും തണുപ്പിനെ ചെറുക്കാൻ ശരീരത്തിലെ കട്ടിയുള്ള രോമങ്ങളും കൊഴുപ്പ് നിറഞ്ഞ ചർമ്മവും ചെറിയ ചെവികളും സഹായിച്ചു. ഇതുവരെ ഐസേജിന്റെ യഥാർത്ഥ ഭരണാധികാരികളാക്കി മാറ്റുകയായിരുന്നു. പക്ഷേ ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുമ്പ് കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഐസേജ് പതുക്കെ കുറഞ്ഞു തുടങ്ങി, ഭൂമിയിൽ ചൂട് കൂടി. അതിന്റെ റിസൾട്ടായി മാമോത്തുകളുടെ എക്കോസിസ്റ്റമായ ടുൻഡ്ര റീജിയൻ വെല്ലുവിളി നേരിടാൻ തുടങ്ങി. ഭക്ഷണവും ഹാബിറ്റാറ്റും നഷ്ടപ്പെട്ടതോടെ അവർ പ്രതിസന്ധിയിലായി. പക്ഷേ അവിടെയും തീർന്നില്ല. ഭൂമിയിലെ മാറ്റങ്ങൾക്കൊപ്പം മറ്റൊരു വലിയ ഭീഷണി കൂടി അവർക്ക് മുന്നിലെത്തി. നമ്മൾ മനുഷ്യർ. ഇറച്ചിക്കും തൊലിക്കും കൊമ്പിനും വേണ്ടി മനുഷ്യർ അവരെ വേട്ടയാടി. കൂടാതെ മാമോത്തുകളുടെ ഗർഭകാലം 22 മാസം വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ എണ്ണം കുറഞ്ഞപ്പോൾ അവർക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല. ഒടുവിൽ കുറച്ചു മാമോത്തുകൾ മാത്രം റാങ്കോൽ ദ്വീപ് പോലെയുള്ള ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിജീവിച്ചു. പക്ഷേ ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് അവസാനത്തെ വൂളി മാമോത്തും മാറ്റപ്പെട്ടു. വംശനാശം സംഭവിച്ചു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.